വുഡ് സാൻഡ് പൈപ്പർ അഥവാ പുള്ളിക്കാടക്കൊക്ക്. യൂറോപ്പിൽ നിന്നും വടക്കൻ ഏഷ്യയിൽ നിന്നും ദേശാടനം നടത്തി ഇവ കേരളത്തിൽ ഏതാണ്ട് സെപ്റ്റംബർ മാസത്തോടെയാണ് എത്താറുള്ളത്. കടൽ തീരങ്ങളെ അപേക്ഷിച്ച് ശുദ്ധജല തണ്ണീർത്തടങ്ങൾ, കുളങ്ങൾ, പുഴയോരങ്ങൾ എന്നിവയെയാണ് ഇവ വാസസ്ഥലമായി തിരഞ്ഞെടുക്കാറുള്ളത്. പുള്ളിക്കാടക്കൊക്കുകളുടെ ജന്മദേശമായ വടക്കൻ യൂറോപ്പ്, ഏഷ്യയിലെ സൈബീരിയൻ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ശീതകാലമാകുന്നതോടെ ഇവ ഉഷ്ണമേഖലാ പ്രദേശങ്ങൾ തേടി കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് ഏതാണ്ട് സെപ്റ്റംബർ മാസത്തോടെ എത്തിച്ചേരുന്നു. ഇവിടെ മെയ് മാസം വരെ ഇവിടെ തങ്ങിയ ശേഷം ഇവ തിരികെ അവരുടെ ജന്മദേശങ്ങളിലേക്ക് പോവുകയാണ് പതിവ്. മെയ് മുതൽ ഓഗസ്റ്റ് വരെയുള്ള മാസങ്ങളിലാണ് ഇവയുടെ പ്രജനനകാലം. ഇവ തിരികെ ജന്മനാട്ടിലെത്തിയാൽ ചതുപ്പുകളിലും തണ്ണീർത്തടങ്ങളിലും ഉയരം കുറഞ്ഞ മരങ്ങളിലും മറ്റുമാണ് കൂടുവയ്ക്കുക. ആൺ പെൺ പക്ഷികൾക്ക് ബാഹ്യമായി പ്രകടമായ വ്യത്യാസങ്ങളൊന്നും തന്നെയില്ല. എന്നാൽ പെൺപക്ഷികൾ ആൺപക്ഷികളെക്കാൾ കുറച്ചു വലുതാണ് എന്ന് പറയപ്പെടുന്നു. എന്നിരുന്നാൽ തന്നെയും നിരീക്ഷണത്തിനിടയിൽ ഒറ്റനോട്ടത്തിൽ അത് വ്യക്തമാവുകയില്ല എന്നതാണ് സത്യം. പെൺപക്ഷികൾ മുട്ടയിട്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ മറ്റു സ്ഥലങ്ങളിലേക്ക് തീറ്റ തേടി പോകുന്നു. ആൺപക്ഷികളാണ് അവയ്ക്ക് കാവലിരിക്കുക. ആൺപക്ഷികളും പെൺപക്ഷികളും മാറി മാറിയാണ് അടയിരിക്കാറുള്ളത്. കുഞ്ഞു വിരിഞ്ഞു കഴിഞ്ഞാൽ ഏതാനും ആഴ്ചകൾ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുവാൻ ആൺപക്ഷി കൂട്ടിൽ തന്നെ തുടരുന്നു. തൃശൂരിലെ പൊന്നാനി കോൾപ്പാടങ്ങളിലും തിരുവനന്തപുരം ജില്ലയിലെ പുഞ്ചക്കാരി വെള്ളയാണി വെറ്റ്ലാൻഡിലും കോഴിക്കോട് മാവൂർ വെറ്റ്ലാൻഡുകളിലും അതുപോലെ ആലപ്പുഴയിലെ ചെങ്ങരം വെറ്റ്ലാൻഡ്, കണ്ണൂർ ജില്ലയിലെ മുണ്ടേരിക്കാവ് ബേർഡ് സാങ്ച്വറി, കടലുണ്ട് ബേർഡ് സാങ്ച്വറി കോഴിക്കോട്, കോട്ടയം ജില്ലയിലെ കുമരകം എന്നീ സ്ഥലങ്ങളിൽ സെപ്റ്റംബർ മാസം മുതൽ മാർച്ച് വരെയുള്ള കാലയളവിൽ പുള്ളിക്കാടക്കൊക്കുകളെ ധാരാളമായി കാണാറുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. താങ്ക് യു.